ഓം ശ്രീമാത്രേ നമഃ. ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രം ജപിക്കുന്നവർ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സംസ്കൃത അക്ഷരങ്ങളുടെ ശരിയായ ഉച്ചാരണം അല്ലെങ്കിൽ അക്ഷരസ്ഫുടത. അതിനായി ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ തന്നെ രണ്ട് ഉദാഹരണം പറയാം. വിജയ, വിമല, വന്ദ്യ, വന്ദാരുജനവത്സല എന്നിങ്ങനെ 4 നാമങ്ങൾ. അതിൽ വന്ദ്യ, ഈ മന്ത്രത്തിൻ്റെ സ്ഥൂലാർത്ഥം വന്ദിക്കപ്പെടേണ്ടവൾ എന്നാണ്. ന പ്ലസ് ദായാണ് വന്ദ്യ, ചന്ദനം എന്നുള്ളതിൻ്റെ ദായാണ്. അപ്പം ഈ അക്ഷരം ഉച്ചരിക്കേണ്ടത് പല്ലുകൾ ചേർത്ത് ഉച്ചരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് ദന്ത്യങ്ങൾ എന്നാണ് പറയുക. അല്പപ്രാണൻ എന്നും പറയും, കാരണം തൊണ്ട ചേർത്ത് ഉച്ചരിക്കാതെ അധികം സ്ട്രെസ് കൊടുക്കാതെ ഉച്ചരിക്കുന്നത് കൊണ്ട് തന്നെ. അപ്പം ഇവിടെ നമ്മൾ ഈ അക്ഷരങ്ങൾ ശരിക്കും ഉച്ചരിക്കാൻ അറിയാതെ ഇവിടെ നമ്മൾ അക്ഷരസ്ഫുടതയ്ക്ക് വേണ്ടി ചൊല്ലിപ്പോകുമ്പോൾ അറിയാതെ വന്ധ്യ എന്നതിന് പകരം മഹാപ്രാണൻ ചേർത്ത് വന്ധ്യ എന്നാണ് ഉച്ചരിക്കുക എന്ന് വിചാരിക്കുക. അർത്ഥം ഏറ്റവും വലിയ അപരാധമായി പോകും. കാരണം വന്ധ്യ എന്നാൽ സർവ്വലോകൈക ജനനിയെ, കുട്ടികളില്ലാത്തവളെ എന്നാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. അപ്പം എന്തായാലും മന്ത്രത്തിൻ്റെ ഒരു തിരിച്ചടി ഉണ്ടാവില്ലേ. ഇനി മഹാപ്രാണൻ ചേർക്കേണ്ടടുത്ത് അല്പപ്രാണൻ ചേർത്താൽ അതിനൊരു ഉദാഹരണം കൂടി പറയാം. കാമേശബദ്ധമാംഗല്യസൂത്രശോഭിത കന്ധര. ഇതിൽ കന്ധരം എന്നാൽ കഴുത്ത് എന്നാണ് അർത്ഥം. ഈ മന്ത്രത്തിൻ്റെ ഒരു സ്ഥൂലാർത്ഥം കാമേശനാൽ ബന്ധപ്പെട്ട മാംഗല്യസൂത്രം, അതായത് ശ്രീ പരമേശ്വരനാൽ കെട്ടപ്പെട്ട മാംഗല്യസൂത്രത്താൽ ശോഭിക്കുന്ന കഴുത്തോടു കൂടിയ അമ്മയ്ക്ക് നമസ്കാരം. ഇവിടെ കന്ധര, ഇവിടെ മഹാപ്രാണം ചേർത്തുകൊണ്ടാണ്. ന പ്ലസ് ധായാണ്, കണ്ഠം കൊണ്ട് ഉച്ചരിക്കേണ്ട ഘോഷശബ്ദമാണ്. അപ്പം ഇവിടെ നമ്മൾ മഹാപ്രാണം ചേർക്കാതെ അല്പപ്രാണനായി ഉച്ചരിക്കുകയാണെങ്കിൽ കന്ധര എന്നാണെങ്കിൽ, അതായത് കാമേശബദ്ധമാംഗല്യസൂത്രശോഭിത കന്ധര, ഇങ്ങനെയാണെങ്കിൽ കന്ധരം എന്ന പദത്തിനർത്ഥം താമരക്കിഴങ്ങ്, ഗുഹ, പർവ്വതം, ചുക്ക്, ആനത്തോട്ടി, ഇങ്ങനെ നാനാർത്ഥങ്ങളുണ്ട്. അപ്പോൾ ലളിതാ സഹസ്രനാമ സ്തോത്രം അതിൻ്റെ അക്ഷരശുദ്ധിയോടും അക്ഷരസ്ഫുടതയോടും ഭാവത്തോടും ഭക്തിയോടും കൂടി ജപിക്കേണ്ട ഒന്നാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി നമ്മുടെ ചാനലിൽ കാമിയ സിന്ദൂർ എന്ന ചാനലിൽ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൻ്റെ, അതായത് ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അക്ഷരങ്ങൾ എങ്ങനെ ഉച്ചരിക്കണം, ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രം ജപിക്കുന്നവർ തീർച്ചയായും കാണേണ്ട ഒരു വീഡിയോ ആണിത്. നമസ്കാരം.